വീട്ടിൽ യാതൊരു പണിയില്ലാത്ത സമയത്ത് ഇടയ്ക്ക് ഞാൻ വേങ്ങര പോകാറുണ്ട് കേട്ടോ. വേങ്ങര പോയ സമയത്ത് ഇതേ അവരെല്ലാരും വെറുതെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിതേ വിചാരിച്ചു നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തെണ്ടാൻ പോകണ്ടേ, വെറുതെ ഇരിക്കുകയാണല്ലോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു മലപ്പുറം അല്ലേ, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പൊ മലയും കുന്നും മലകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയില് ക്വാറി കാണാൻ പോയില്ല എന്ന് പറയുമ്പോൾ ഒരു നാണക്കേടല്ലേ. ഞാൻ ഇതുവരായിട്ടും കണ്ടിട്ടില്ല കേട്ടോ, നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും. ഞാൻ അധികം യാത്ര ചെയ്യാത്ത ഒരാളായതുകൊണ്ടായിരിക്കും മേ ബി ഞാൻ ക്വാറി കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടിട്ടില്ല എങ്കിൽ വായോ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ക്വാറി കാണാൻ വന്നതാണ് കേട്ടോ. ഇപ്പൊ ഏതോ മലയുടെ മുകളിലാണ്. അവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര പേടിയുണ്ട് കേട്ടോ. കാരണം വേറൊന്നല്ല, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശവം പോയിട്ട് ഒരു പൊടി പോലും കിട്ടത്തില്ല കേട്ടോ. അത്രയ്ക്കും വലിയ കൊക്കയാണ്. അവിടെ ഇഴുക്കുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പൊ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ അവിടെ താഴത്തേക്ക് വീണ വലിയ സീനാണ്. പക്ഷെ അതൊന്നും മാനിക്കാതെ ഞാൻ അവിടെയുള്ള വീഡിയോസ് മൊത്തം എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അടുത്ത സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകാന്നേ. അപ്പോൾ ഇവരെ കുറച്ച് യാത്ര ചെയ്യുന്ന ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ കുറേ നല്ല വ്യൂസ് കാര്യങ്ങളുണ്ട് പറഞ്ഞിട്ടാ. അപ്പൊ അങ്ങനെ നല്ല വ്യൂ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോകുന്ന വഴി എന്നൊക്കെ പറയുമ്പോൾ നല്ല മലകളും നല്ല പച്ചപ്പൊക്കെ ആയിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആസ്വദിച്ച് പോയിരുന്ന സമയത്ത് വണ്ടിക്ക് ചെറുതായിട്ട് എന്തോ ഒരു തുമ്മലും ചീറ്റിലേക്ക്. അപ്പോൾ ആദ്യം പോയവരാണെങ്കിൽ വേഗം പോവുകയും ചെയ്ത്, ഞങ്ങളാണെങ്കിൽ ഇടയ്ക്ക് പോരുകയും ചെയ്ത് ഇടയ്ക്ക് വെച്ച് നിൽക്കേണ്ടി വന്നിട്ടോ. അപ്പോൾ ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലത്ത് നിന്നപ്പോൾ അത്ഭുതപ്പെടുത്തിയ സാധനം ഞാൻ കണ്ടു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. ബൈക്ക് നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുന്നു. ക്യാമറ ഓണാക്കാൻ മറന്നു ഗായ്സ്. ഇത് ക്വാറിയാണ് ഗായ്സ്, നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടോന്ന്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് വെച്ചുകാലം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയിരിക്കുന്ന സമയത്ത് ഒരുപാട് ലോറി ഇങ്ങനെ ഇടയ്ക്ക് തലക്കുന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ പയ്യെ നിർത്തിയാ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോ റോഡിൽ നിന്ന് ഇപ്പൊ ഉള്ളിലേക്ക് പോകുന്നതോറും ഇങ്ങനെ അധികം റോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറച്ച് അലമ്പ് റോഡാണ്, നല്ല രീതിയിലൊന്നുമല്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ, അതും ഭയങ്കര ഒരു വൈബല്ലേ. വൈബാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഓഫ് റോഡ് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം എവിടെന്നെങ്കിലും അടിച്ചാൽ വീണ് കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും. കാരണം ഇട്ട ഡ്രസ്സാണെങ്കിൽ വൈറ്റും ഒരു നീല കളറിലുള്ള ഡ്രസ്സും കൂടി ആയിരുന്നു കേട്ടോ. ഞാനെങ്ങനെ വീഴുവാണെങ്കിൽ അത് ഭയങ്കര സീനായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അലമ്പായിട്ടായിരിക്കും പിന്നെ വീട്ടിലെത്തുന്നത്. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഭയങ്കര പതുക്കെ ഭയങ്കര സെക്യൂർ ആയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. മുമ്പോട്ട് പോകും തോറും വളരെ അലമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റോഡൊന്നും അല്ലായിരുന്നു. പിന്നെ കുറെ ചെളിയും മണ്ണും സീനൊക്കെ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഇത് കൂടി ലോറി എപ്പോഴെങ്കിലും പാസ് ചെയ്യുന്നതുകൊണ്ടാണ് മേ ബി ഇത്രത്തോളം അലമ്പായി കിടക്കുന്നത്. അന്ത്യൊന്നും ഇല്ലടി. അയ്യോ പറ്റും. ശിവനെ ഇതേത് ജില്ല? ഇത് തോടോ? എവിടേക്കാണ് നോക്കിയെടുക്കാനൊക്കെ ആകെ വേണ്ടതല്ലോ. അത്യാവശ്യം കുറച്ച് റോഡിൽ ഇങ്ങനെ ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഇനി അധികം പന്തിയെല്ലാം തോന്നി കഴിഞ്ഞപ്പോ നമുക്ക് അടുത്ത് വേറെ ഏതെങ്കിലും നല്ല റോഡിൽ കൂടി പോവാന്ന് വിചാരിച്ചു. ഈ റോഡ് ഇത്രത്തോളം അലമ്പാന്ന് നമ്മൾ വിചാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ഓഫ് റോഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഓക്കെ നല്ല വൈബായിരിക്കും എന്ന് വെച്ചിട്ട് അങ്ങനെ കയറിപ്പോയതാണ് കേട്ടോ. അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രകൾ എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആന്ന് പറയുന്നത് വെറുതെ അല്ലാത്ത സത്യമാണ്. കാരണം നമ്മളിത് പ്രതീക്ഷിച്ച പോലും ഇല്ല ഇങ്ങനെ ആയി തീരുന്നുള്ളത്. ഇങ്ങനെ ജീവിക്കണാവോ? ഞാനതാ ഇങ്ങനെ വന്നു. എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് എന്താ ചെയ്യല്? മുമ്പിൽ പോകുന്നവര് അത്യാവശ്യം സേഫ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവരുടെ സേഫ് സോൺ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളെ ഇടയ്ക്ക് വെച്ച് താഴ്ത്തി വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദിച്ചും പറഞ്ഞും വീഡിയോസ് എടുത്തും പിന്നെ ചെറിയൊരു കൺഫ്യൂഷനായി എങ്ങോട്ട് പോകണം എന്നുള്ളത്.
മറ്റേ സ്റ്റിക്കും കൂടി വേണമായിരുന്നല്ലേ. ബാക്ക് അതിൽ നിരങ്ങണേ. ഞാൻ ആഗ്രഹം കേട്ടല്ലോ. നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്യാമറ കൊണ്ടുവരാതിരുന്നത് വളരെ നഷ്ടമായി. നമ്മൾ ഇത്രയും വലിയ അടിപൊളി സ്ഥലത്തേക്ക് വരുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അല്ലേലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പോകുമ്പോഴാണല്ലോ യാത്രകൾ കൂടുതൽ മനോഹരമാവുന്നത്. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ സീനറിയിൽ നിന്ന് 2 ഫോട്ടോ എടുക്കാതെ പോയാൽ വളരെ മോശകരമല്ലേ. അപ്പം ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇതിന് നല്ലൊരു സീനറി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തിട്ടേ പോവുള്ളൂ. നല്ല റോഡ് വഴി നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്ലാനിങ്ങോട് കൂടി നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെയും നിന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 2:30-3 മണിക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള യാത്ര എന്ന് പറയുന്നത് നല്ല റോഡ് തേടിയിട്ടുള്ള യാത്രയാണ് കേട്ടോ. കാരണം ഇത് റോഡ് നമ്മൾ മുന്നോട്ട് പോകും തോറും വളരെ അലങ്കോലമായി തന്നെ നിൽക്കുന്നത്. നമ്മളുടെ ടയർ ഇപ്പോൾ പുതിയതായിട്ട് മാറ്റിക്കൊണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അലമ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല റോഡ് ഇപ്പോൾ കാണും. ചെറുതായിട്ടൊന്ന് നല്ല റോഡ് കണ്ടു കഴിഞ്ഞാൽ അടുത്തത് നല്ലതായിരിക്കും. നമുക്കൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. കാരണം എന്തെന്നറിയാം മുന്നോട്ട് പോയി ഞാൻ വീട്ടിൽ പോയാലടാ. വെള്ളത്തിൽ കൂടി വെച്ച് ചെപ്പൊക്കെ കുഴിയായിരിക്കും. ഭാഗ്യം കിട്ടും. എനിക്കറിയില്ലേ, എനിക്ക് ഒട്ടും അറിയില്ല. ഒരു നമ്മുടെ വീഡിയോ കേട്ടോ എടുക്കുന്നത്. എന്ത് റോഡേ വീഴ്ത്താതെ കൊണ്ട് എന്നെ വീഴ്ത്താതിരുന്നാ മതി. ഇവിടെ പോടാ. കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്നിട്ടുണ്ട്. അപ്പം മുന്നോട്ട് പോകാനുള്ളത് ആരെങ്കിലും കാണുവാണെങ്കിൽ ജസ്റ്റ് ചോദിക്കാന്ന് വിചാരിച്ചു. പിന്നെ വീഡിയോസും കുറച്ച് എടുക്കാന്ന് വിചാരിച്ചു. റോഡ് നല്ലൊരു സീനറി കണ്ടാൽ നമ്മൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കില്ലേ. അങ്ങനെ ഞങ്ങളും കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടാ. പിന്നെ ഇവിടുന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് വിശ്രമിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോഴും അതിന് നല്ല രസമായിട്ടുള്ള കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല വ്യൂ ഒക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നടു റോഡ് ഇരുന്ന് വരെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ബന്ധമില്ലാത്ത പോലെ പെരുമാറ്റത്തിൽ എന്തേലും പങ്കുചേരുന്നു. വിട്ടു നിൽക്കണേ വായിട്ട് ഇത് കാണണ്ട. ഗ്രേഡ് കാണണം. കോമഡി റോഡിന് നടുക്ക് കയറി ഇരുന്നിട്ടവൻ ദാസപ്പോ ഈ ചരിച്ചാണല്ലോ എടുക്കുന്നത്. ആ ഇതിനകത്തെങ്ങാനും വീണ് പോയ എന്ത് ചെയ്യൂടാ? ശവം കിട്ടുവോ? വിശപ്പ് എന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല.
അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിശന്ന് തളർന്ന് കുത്തിരിക്കുകയാണ് കേട്ടാ. പിന്നെ കൂടെയുള്ള ആൾക്കാർ മൊത്തം ഇലയും പച്ചിലൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. പാവങ്ങളാണ്. ഭയങ്കരമായിട്ട് വിശക്കുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് പോലും ഫുഡ് കഴിക്കാതെ ഇറങ്ങി ഓട്ടമായിരുന്നു ഇത്. വൈകുന്നേരം ആയിട്ടുണ്ട്. ഇവിടെ വെച്ച് നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. വളരെ സങ്കടത്തോടെയാണ് കേട്ടോ വീട്ടിലേക്ക് പോണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും പുതിയൊരു എക്സ്പ്ലോർ ആണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ സന്തോഷം ഉണ്ടായിരുന്നു. നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ എല്ലാവരും നല്ല രീതിയിൽ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. ഞാനും അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫോട്ടോസ് എനിക്ക് ഏതായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ എടുക്കുന്ന പലതിനും ഭയങ്കര ബ്യൂട്ടിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ നല്ല മനോഹരമായിട്ട് കടന്നുപോയി. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണ്, എൻ്റെ അനുഭവങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിനും എല്ലാത്തിനും വളരെയധികം താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, ലവ് യു, ടേക്ക് കെയർ.